വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബീഹാറാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ബീഹാറിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നു. പക്ഷേ അത് ബി.ജെ.പിക്ക് അനുകൂലമായിട്ടാണ് മാറി വരുന്നത് എന്നുള്ളതാണ്. ബീഹാറിൽ ഇപ്പോൾ എൻ.ഡി.എ സർക്കാർ 2 ടേമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറാണ് ബീഹാറിൽ എൻ.ഡി.എ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹം ഇത്തവണ കേന്ദ്രത്തിലും നമ്മുടെ ബി.ജെ.പിയുടെ കൂടെ എൻ.ഡി.എ സഖ്യത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി. അപ്പോ ബീഹാറിൽ ഇത്തവണയും നിതീഷ് കുമാറിനെ തന്നെ അവിടെ മുഖ്യമന്ത്രിയാക്കാനാണ് നരേന്ദ്രമോദി നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത്. ബീഹാറിൽ ഇനിയും നിതീഷ് മതി എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ നിതീഷിനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്ത്യ ടുഡേ സി വോട്ടർ ബീഹാർ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞൊരു സർവേ വന്നിട്ടുണ്ട്. ആ സർവേയിൽ നിതീഷ് കുമാർ പ്രിഫേർഡ് CM ഫേസിൽ നിതീഷ് കുമാർ ഇനിയും CM ആവണമെന്ന് പറയുന്ന ആൾക്കാർ 18% മാത്രമേ ഉള്ളൂ. എന്നാൽ 47% ആൾക്കാർ ഈ ഭരണം തന്നെ വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അതായത് നിതീഷ് കുമാർ CM ആവണ്ട, പക്ഷെ ഈ ഭരണം നമുക്ക് വീണ്ടും വേണം എന്നാണ് അവിടെ ബീഹാറിന്റെ മനസ്സ് പറയുന്നത് എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം ബീഹാർ മന്ത്രിസഭ ഒന്ന് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മന്ത്രിസഭയിൽ BJPയുടെ ആധിപത്യം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നിതീഷ് കുമാറിനെ ഒരു ഡമ്മിയാക്കി അവിടെ നിലനിർത്തിക്കൊണ്ട് BJP ആധിപത്യം വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ്. 7 പുതിയ മന്ത്രിമാര് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. 7 പേരും BJPക്കാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ നിതീഷ് കുമാറിനെ ഇപ്പോഴും നരേന്ദ്രമോദി പ്രിഫർ ചെയ്യുന്നു. പക്ഷെ ജനങ്ങൾക്ക് നിതീഷ് കുമാറിനെ വേണ്ട. അടുത്ത ടേം ബീഹാറിൽ ഇലക്ഷൻ വന്നിട്ട് വോട്ടെണ്ണുമ്പോൾ BJPക്ക് അവിടെ വീണ്ടും സാധ്യതയുണ്ടോ? നിതീഷ് കുമാറിനെ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ മുഖം വച്ചുകൊണ്ട് NDAക്ക് വീണ്ടും അവിടെ ഭരണം പിടിക്കാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, സ്വാഭാവികമായിട്ടും ഇപ്പോ BJP ഒരു പാർട്ടിയുമായിട്ട് ഒരു കോalition വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയെ വിഴുങ്ങി ഒറ്റയ്ക്ക് പിന്നീട് ഭരിക്കാൻ കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞ തവണ സുശീൽ കുമാർ മോദി ഉണ്ടായിരുന്ന സമയത്ത് JDUവിനെ കവച്ചു വെച്ചുകൊണ്ട് BJPക്ക് എത്ര സീറ്റ് കിട്ടിയെന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല. എങ്കിലും ഒരുപാട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. ഇത്തവണ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനുള്ളൊരു സാഹചര്യം BJPക്ക് അവിടെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാലും നരേന്ദ്രമോദി പറയുമോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരണം പിടിച്ചാലും കുഴപ്പമില്ല, നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കോ എന്ന് നരേന്ദ്രമോദി പറയുമോ? എന്താണ് ബീഹാറിലെ സാഹചര്യം? BJP രൂപം കണ്ട കാലം മുതൽ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില സംസ്ഥാനങ്ങൾ, അതിലൊന്ന് ഹരിയാനയായി, മറ്റൊന്ന് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് വേരോട്ടം ഉണ്ടായിരുന്നു, അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു, അധികാരത്തിൽ വരികയും ചെയ്തു. UPയിലാകട്ടെ അവർ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഈ സഖ്യകക്ഷികളുടെ സഹായത്താൽ അധികാരത്തിൽ വരികയും പിന്നെ അതിനകത്തുള്ള ഗ്രൂപ്പിസം മൂലം കല്യാൺ സിംഗിന്റെ ഒക്കെ സർക്കാരുകളൊക്കെ അവിടെ അങ്ങനെ റെഗുലർ ആയിട്ടൊരു ഭരണം ഒരു പാർട്ടി നടത്തിയിട്ടില്ല. ഞാനവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് രാജ്നാഥ് സിംഗിന്റെ അവസാനത്തെ ടൈം 1 ഇയർ അദ്ദേഹം ഭരിച്ചു. രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ പോകും അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ അവർ അപ്പോഴും അവരുടെ മനസ്സിൽ എന്തെങ്കിലും UP ഒറ്റയ്ക്ക് ഭരിക്കണമെന്നായിരുന്നു. 2017 അവരത് സാധ്യമാക്കി. പിന്നീട് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന സ്വപ്നം മഹാരാഷ്ട്ര ഒറ്റയ്ക്ക് ഭരിക്കണമെന്നായിരുന്നു. ഇപ്പോഴത് മഹാരാഷ്ട്ര സഖ്യകക്ഷികളുണ്ടെങ്കിലും അവരൊറ്റയ്ക്ക് ഭരിച്ചു അവരുടെ. പിന്നെ അവർക്ക് ഒരിക്കലും കടന്നു കയറാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന. ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ആഗ്രഹിച്ചു, നിരന്തരം പ്രവർത്തിച്ചു. 10-30 വർഷക്കാലം RSS പണിയെടുത്തു. ഒടുവിൽ അവിടെ അവർ ഭരിച്ചു. പിന്നീട് അവരുടെ എക്കാലത്തും ഒരു സ്വപ്നമായിരുന്നു ഒഡീഷ ഭരിക്കണമെന്നുള്ളത്. ആ ഒഡീഷയിൽ ഒരിക്കലും കാവിക്കുടി വരില്ല എന്ന് എല്ലാവരും എഴുതി തള്ളിയ ഒരു കേസാണ്. പക്ഷെ അവിടെ 23 വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരിപ്പം ഒഡീഷ ഭരിക്കുന്നത്. ഇനി അവർക്ക് അവശേഷിക്കുന്ന 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിലൊന്ന് പശ്ചിമ ബംഗാളും മറ്റൊന്ന് ബീഹാറുമാണ്. ബീഹാറിൽ BJP എപ്പോഴും അല്ല, കേരളത്തിലേക്ക് വന്നില്ല. ദക്ഷിണേന്ത്യയിലേക്ക് അവര് ലക്ഷ്യം വെക്കുന്നില്ല. അവരുടെ മനസ്സിൽ ആഗ്രഹം തുടങ്ങിയിട്ടുള്ള ഒരു സംസ്ഥാനം തെലുങ്കാനയാണ്. കർണാടക ആയിരുന്നു അവരുടെ. കർണാടക അവർക്ക് ഓൾറെഡി കിട്ടി. തെലുങ്കാനയാണ്. അവർക്കറിയാം തെലുങ്കാന അവർ പിടിച്ചു കഴിഞ്ഞാൽ പതുക്കെ ആന്ധ്രയിലോട്ട് അവർക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് അവർക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. കേരളവും തമിഴ്നാടും ഒക്കെ അവരവരുടെ റഡാറിൽ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. കാരണം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ബെൽറ്റ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. തെക്കോട്ട് പതുക്കെ വരും. അപ്പൊ ഇനി അടുത്ത ദക്ഷിണേന്ത്യയിൽ അവരുടെ ഒരു പ്രധാന സ്വപ്നം തെലുങ്കാനയാണ്. ഇനി അവർക്ക് അവരുടെ ഉത്തരേന്ത്യയിലെ അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഹാറും പശ്ചിമ ബംഗാളുമാണ്. അതിനുള്ള വർക്ക് അവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ബീഹാറിൽ അവർ ഭരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ NDAയുടെ ഭാഗമായി ഈ ഒരു പാർട്ണർ ആണ് അവർ. ആദ്യം ജൂനിയർ പാർട്ണർ ആയിരുന്നു, ഇപ്പം സീനിയർ പാർട്ണർ എന്ന് പറയേണ്ടി വരും. രണ്ടാമനല്ല ഒന്നാമനാണ്. അപ്പോ ഈ നിതീഷ് കുമാറുമായിട്ട് ചേർന്നാണ് ഈ BJP ഈ ബീഹാറിൽ അവരുടെ സഖ്യങ്ങളും വളർച്ചയും ഒക്കെ ആരംഭിക്കുന്നത്. കാരണം BJPക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഭൂമി ആയിരുന്നില്ല ബീഹാർ. കാരണം അത് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭീഭത്സമായ മുഖമുള്ള സംസ്ഥാനങ്ങളൊന്നാണ് അന്നും ഇന്നും ബീഹാർ. ഇന്നിപ്പോ അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നേ മാത്രമേ ഉള്ളൂ. ഈ OBC-ക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഈ OBC എന്ന് പറയുന്നത് പിന്നീട് യാദവർ മാത്രമായപ്പോഴാണ്
ഈ RJD ന്ന് ഈ മുസ്ലിം വിഭാഗം മാറുകയും അവർ നിതീഷ് കുമാറിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തതാണ് ഈ നിതീഷ് കുമാറിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. നിതീഷ് കുമാറിന്റെ വോട്ട് ബാങ്ക് ഈ പിന്നാക്ക ജാതിയും മുസ്ലിം വോട്ട് ബാങ്കും എല്ലാം കൂടെ ചേർന്നാണ് നിതീഷ് കുമാറിന്റെ വോട്ട് ബാങ്ക്. നേരത്തെ അത് RJDയുടെ കൂടെ ആയിരുന്നു മുസ്ലിം വോട്ടേഴ്സ് ഒക്കെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും പിക്ചർ കുറച്ചുകൂടി മാറി. 243 അംഗ നിയമസഭയിൽ ഈ 138 സീറ്റിലേക്ക് NDA മാറി. 104 സീറ്റിലേക്ക് പ്രതിപക്ഷം ഒതുങ്ങി. അവിടെയും ശ്രദ്ധേയമായ ഒരു കാര്യം, BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബീഹാർ നിയമസഭയിലേക്ക് മാറുന്നു. 84 സീറ്റ് അവർ നേടുന്നു. മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ JDU-ന് 44 സീറ്റിലേക്ക് വരുന്നു. പിന്നെ അവരുടെ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുണ്ട്. ഇവരെല്ലാം 4 2 ഒക്കെ സീറ്റ് വെച്ച് നേടുന്നു. പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെ RJD അവർ തകർന്നിട്ടില്ല, 74 സീറ്റുമായി നിൽക്കുന്നു. പക്ഷെ അവരുടെ സഖ്യകക്ഷികളായ കോൺഗ്രസും CPI-ML-ഉം മികച്ച പെർഫോമൻസും കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ അവിടെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. തേജസ്വി യാദവ് അവിടെ മുഖ്യമന്ത്രി ആകുമായിരുന്നു. കാരണം NDA-യിലെ ഒന്നാമത്തെ കക്ഷിയായ BJP-ക്ക് 84 സീറ്റ്, NDA-യിലെ പ്രതിപക്ഷത്തിലെ ഒന്നാമത്തെ കക്ഷിയായ RJD-യുടെ സീറ്റ് 72. അവിടെ തന്നെ ഒരു 10 സീറ്റിന്റെ വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ സഖ്യത്തിലുള്ള കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, 17 സീറ്റ് അവർക്ക് കിട്ടിയുള്ളൂ. CPI-ML 8 സീറ്റിൽ നിന്ന് 11 സീറ്റാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടുത്തെ കക്ഷിനില. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും കരുതിയത് BJP ഭരിക്കും. കാരണം ലളിത് മോഡി ആയിരുന്നു അവിടെ, ലളിത് മോഡി അല്ല, അദ്ദേഹത്തിന്റെ സുശീൽ കുമാർ മോദി ആയിരുന്നു അവിടെ BJP-യുടെ ഒരു പ്രധാന മുഖവും. BJP ഈ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഏവരും പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴേക്കും സുശീൽ കുമാർ മോദി രോഗഗ്രസ്തനായിരുന്നു, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. പിന്നീട് BJP അങ്ങനെ ഒരു വലിയ വിവാദത്തിനൊന്നും പോയില്ല, നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രി ആക്കുകയാണ് ചെയ്തത്. അപ്പോ അത് നിതീഷ് കുമാറിനോടുള്ള ഒരു മധുരപ്രതികാരം ആണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം BJP-യുമായിട്ട് അവിടെ ചേർന്ന് ഭരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിതീഷ് കുമാർ കാലുവാരി നേരെ ലാലുവിന്റെ കൂടെ പോയി കുറച്ചാൾ ഭരിച്ചു. അവിടുന്ന് നേരെ മറുകണ്ഠം ചാടി വന്നിട്ടും തങ്ങളെക്കാൾ താഴെ ഒരു ജൂനിയർ പാർട്ണറായ നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുമ്പോൾ BJP അവിടെ അവരുടെ മനസ്സിന്റെ വലിപ്പമാണ് ഇത് കാണിച്ചത്. അപ്പൊ അങ്ങനെ അവിടെ വീണ്ടും നിതീഷ് കുമാർ വരുന്നു. വീണ്ടും നിതീഷ് കുമാർ, അതായത് ഈ ടേമുകൾ കഴിഞ്ഞിട്ട് വീണ്ടും നിതീഷ് കുമാർ വരും. പഴയ നിതീഷ് കുമാറിനല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെയും ഈ അനാരോഗ്യം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ ആരും അനുസരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തന്റെ പാർട്ടിയിലുള്ള MLA-മാരൊക്കെ ഏത് നിമിഷവും BJP പാളയത്തിലേക്ക് ചാടിപ്പോകാൻ പരുവത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് പുള്ളി മനസ്സിലാക്കുന്നു. പുള്ളിക്ക് ഒരു പിൻഗാമിയെ പുള്ളിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മകനെ പതുക്കെ ഇറക്കുന്നുണ്ട്, പക്ഷെ അത് സാധ്യതകൾ കുറവാണ്. അതിനിടയിൽ രാംവിലാസ് പാസ്വാന്റെ മകൻ കളത്തിലിറങ്ങുന്നു. അദ്ദേഹവും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ജിതിൻ റാം മാഞ്ചിയുണ്ട്, കാലവും നിതീഷ് കുമാറിന്റെ കൂടെ നിന്ന പാർട്ടി അവാമി മോർച്ച എന്ന് പറഞ്ഞിട്ട്. ഈ മാഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാലുമാറുന്ന ആളാണെങ്കിൽ ഇപ്പൊ മാഞ്ചിക്കും വലിയ വിലയും നിലയൊന്നും നിതീഷ് കുമാറിനില്ല. അപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് NDA-യിൽ വലിയ ഒരു പഴയ അപ്രമാദിത്വയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഇല്ലാതായി പോയൊരു നേതാവായി നിതീഷ് കുമാർ മാറുകയാണ്. ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്, 2014 തൊട്ടു മുമ്പ് NDA-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞിടത്തു നിന്നാണ് 10 വർഷം കഴിയുമ്പോൾ നിതീഷ് കുമാർ ഒരു പടുകുഴിയിലെ വക്കിൽ നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പോടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തിരശ്ശീല വീഴുകയാണ്. അത് എവർക്കും അറിയാവുന്ന കാര്യമാണ്, നിതീഷ് കുമാറിനും അറിയാം. ഇനി അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമുള്ളത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മകൻ ബീഹാർ രാഷ്ട്രീയത്തിൽ വളർന്നു വരാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. കാരണം നിതീഷ് കുമാറിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്കല്ല, ഈ സമീപകാലത്താണ് ആ പയ്യൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പോട്ട് പോകുന്നത്. 123 സീറ്റ് വേണം ബീഹാർ ഭരിക്കണമെങ്കിൽ. നിലവിൽ BJP-ക്ക് ഉള്ളത് 84 സീറ്റാണ്. അപ്പൊ അവിടെ നിന്ന് BJP ഒരു 10-40 സീറ്റ് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ. ഇവിടെ BJP-ക്ക് 2 കാര്യങ്ങളുണ്ട്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി നിർത്താൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, BJP-ക്ക് അവിടെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മുഖമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി BJP അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ പോലെയുള്ള മറ്റാരെങ്കിലും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് ബീഹാറിലേക്ക് കൊണ്ടിറക്കേണ്ടി വരും. അവിടെ അവർക്ക് മുമ്പൊരു മുഖമുണ്ടായിരുന്ന സുശീൽ കുമാർ മോദി ആയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ജനകീയ മുഖം അവർക്കില്ല. അത് അവർ അഭിമുഖീകരിക്കുന്ന വലിയ വിഷയമാണ്. ഇത് ഇവർ പല സംസ്ഥാനത്തും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയങ്ങൾ തന്നെയാണിത്. ഇവർക്കൊരു മുഖം
ഡൽഹിയിലും ഇല്ല. ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം. ദില്ലി പിന്നെ അവർക്ക് ബേസ് ഉണ്ടെന്നെങ്കിലും പറയും. ഇവിടെ ഒക്കെ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇതാണ്. അപ്പം ഇവർക്കൊരു മുഖമില്ല. എന്നാ പക്ഷെ അണികളുണ്ട്, ബി ജെ എം എൽ പിയെ എമാരുണ്ട്, എല്ലാ. സംബന്ധിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ ചേട്ടാ, അവര് യഥാർത്ഥത്തിൽ ഈ RSS എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ ആ ഒരു ബേസിസിലാണ് BJP മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല സംസ്ഥാനങ്ങളിലും ഇവർക്ക് മുഖമില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. മുഖം വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതായിട്ട് തോന്നുന്നില്ല. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ജൈജാന്റിക് പേഴ്സന്റെ ഒരു മുഖം രാജ്യം മുഴുവൻ അലയടിച്ചു. നരേന്ദ്രമോദിയുടെ കാലം അസ്തമിക്കാൻ പോകുന്നു എന്നുള്ള സംസാരങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. മോദി പോയി കഴിഞ്ഞാലും ഈ എന്താ പറയാ, ഇപ്പൊ മോദി വേണ്ടാതായി സകല സ്ഥലങ്ങളിലും ഇല്ലേ. RSS ഇറങ്ങുന്നു എന്നുള്ള പ്രവർത്തനമായി, BJP വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവര് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാക്ക് എൻഡിൽ RSS ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. RSS ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇന്നലെ തന്നെ ഹരിയാനയിൽ നിന്ന് 78 നേതാക്കളെ പുഷ്പം പോലെ RSS തൂക്കി വെളിയിൽ എറിഞ്ഞിട്ടുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഒരു ഇതുമില്ല. നിങ്ങളിപ്പോ എത്ര വലിയ ആളായിരുന്നാലും ശരി തന്നെയാണ്, എത്ര വലിയ സംഭവം ആയിരുന്നാലും ശരി തന്നെയാണ്, പുറത്ത് കളയും എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയത്തില്ലേ, ആദ്യമൊക്കെ അവരുടെ ആ ഒരു ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പിന്നെ അത് എന്താ ഒരു വ്യക്തിപൂജയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് പാർട്ടിയാണ് വലുത് എന്നുള്ളത്. പക്ഷെ RSSലെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങളാണ് വലുത് എന്നുള്ളതാണ്. ആ ഒരു ലൈനിലാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. അത് ഒരു ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം അവരൊരു മുഖത്തെ അവതരിപ്പിക്കുക, എന്നിട്ട് 5 വർഷം ആ മുഖം അവിടെ. ഇപ്പൊ രേഖാ ഗുപ്ത ആയിരുന്നാൽ പോലും ശരി തന്നെയാണ്. ബിജുചേട്ടൻ ഒരുപാട് നാളായിട്ട് പറയുമെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് സുപരിചിതമല്ല രേഖാ ഗുപ്ത. നമ്മൾ പറയുന്നത് ആരെയൊക്കെയാണ്, സ്മൃതി ഇറാനി ആയിരിക്കാം, സുഷമ സ്വരാജിന്റെ മോളെ ആയിരിക്കാം, പക്ഷെ ഒരു പുതിയ ആളെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ ബീഹാറിലും ഒരു പുതിയ ആളെ അവതരിപ്പിക്കുക. ഹരിയാനയിൽ നമ്മുടെ മനോഹർലാൽ ഖട്ടാല, അയാളായിരുന്നല്ലോ മുഖ്യമന്ത്രി. അയാളെ എടുത്ത് കളഞ്ഞിട്ടാണല്ലോ പുതിയൊരു മുഖ്യമന്ത്രിയെ അവിടെ RSS അവതരിപ്പിച്ച് വീണ്ടും ഭരണം പിടിച്ചത്. അത് എത്ര സമയത്തിനകം, മാർച്ചിൽ കളഞ്ഞു, അതാണ്ട് നവംബറോ ഒക്ടോബറോ ആയപ്പോൾ ഭരണം പിടിക്കുകയും ചെയ്തു അതേ മുഖ്യമന്ത്രി വെച്ചിട്ട്. അതുപോലെ തന്നെയായിരുന്നല്ലോ കർണാടകയിലും യെദ്യൂരപ്പയായിരുന്നു. യെദ്യൂരപ്പ അവിടെ ഈ മുഖത്തെ അവതരിപ്പിച്ചാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഇവർക്ക് തോന്നിപ്പോകും, അതായത് ഞാൻ ഇവരെക്കാട്ടിലും വളർന്നു വലുതായെന്ന്. യെദ്യൂരപ്പയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. യെദ്യൂരപ്പ അങ്ങനെ BJP വിട്ട് പുറത്തുപോയി വേറെ പാർട്ടി രൂപീകരിച്ചു, അതിൽ നിന്ന് വിജയിച്ചു. അവസാനം നൈസായിട്ട് യെദ്യൂരപ്പയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയിട്ട് ഭരണം പിടിച്ചിട്ട് യെദ്യൂരപ്പ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അവിടെ ബസവരാജ് ബൊമ്മ അവതരിപ്പിച്ചില്ലേ. അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്ക് BJP ഇപ്പൊ അവതരിപ്പിക്കുന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമില്ല. അപ്പൊ നമ്മളൊരു മുഖമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, മുഖം എന്ന് പറയുന്നത് ഇപ്പോ ധനുഷ് പറഞ്ഞ ആ ആംഗിൾ അല്ല മുഖം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുഖമില്ലാതാണ് BJPയുടെ മത്സരിച്ചത്. പക്ഷെ നമ്മൾ 5 പേരുടെ പേര് പുറത്ത് മുഖ്യമന്ത്രിയാകുമെന്ന്. മഹാരാഷ്ട്രയിൽ കേട്ടു, ഇവിടെ കർണാടകത്തിൽ നമ്മൾ കേട്ടു. ഇനി ഈവൻ കേരളത്തിൽ BJP ജയിച്ചു എന്ന് കരുതുക, BJP കേരളത്തിൽ ജയിച്ചു എന്ന് കരുതുക. ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചയിലേക്ക് വരുന്ന ഒരു 3 പേരുടെ പേര് നമുക്ക് പറയാൻ കഴിയും, അല്ലെ? മിനിമം 3 പേരുടെ പേര് പറയാൻ കഴിയും. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും രാജീവ് ചന്ദ്രശേഖരൻ, ഇല്ല സുരേഷ് ഗോപി, ഇല്ല ശോഭാ സുരേന്ദ്രൻ, ഇല്ല സുരേന്ദ്രൻ, MT രമേശ് എന്ന് പറയും. ഇതേപോലുള്ള അതിന് നമ്മൾ പറയുന്നത് മുഖമെന്നല്ല, തലപ്പൊക്കമുള്ള നേതാക്കൾ എന്നാണ് പറയുന്നത്. ഒരു ലീഡർഷിപ്പ്, ഒരു 3-4 പേര്. ലീഡർമാരില്ല എന്നുള്ളതല്ല ബീഹാറിൽ അത്യാവശ്യം നല്ല ലീഡർമാരുണ്ട് BJP. അപ്പം അവര് ഇപ്പം ഈ നയിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സാധനം കൂടിയുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക്. ഇന്ന ആള് വന്നാൽ ഇപ്പോ ഡൽഹിയില് നമ്മൾ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ പർവേഷ് വർമ്മയെ കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ആർക്കും ഇല്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പർവേഷ് വർമ്മ തന്നെ വേണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു കാര്യം. അപ്പൊ അതുപോലെയുള്ള നേതാക്കന്മാർ ഉയർന്നു വരണം. നേതാക്കന്മാരില്ല എന്നുള്ളതല്ല, മിടുക്കന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അതിനല്ല അവർക്ക് അനവധി ധർമ്മേന്ദ്ര പ്രധാന കണക്കുള്ള മിടുക്കന്മാരെ അവർക്ക് അവിടെ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയും. അപ്പം വേണമെങ്കിൽ അവർക്കുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ട് നിതീഷ് കുമാറിന്റെ മുഖം അവർക്ക് ഇപ്പോൾ അനിവാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അത്ര എളുപ്പമല്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നടക്കും. കാരണം ഇത് ജീവൻ മരണ പോരാട്ടമായിട്ട് തന്നെയാണ് ഈ BJP അല്ല ജീവൻ മരണ പോരാട്ടമായിട്ട് കാണുന്നത്, JDU ആണ്. കാരണം അവർക്കതിപ്പോ എങ്ങനെയും ജയിച്ചേ പറ്റൂ. ഒന്ന് മറുഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് കാണുന്നത് ഈ RLD ആണ്, RJD ആണ്, നമ്മുടെ ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടി. അവർക്കും ജയിച്ചേ പറ്റൂ. ഇതാണ് അവസ്ഥ. നിലവിലത്തെ സാഹചര്യത്തിൽ ബീഹാറിലെ ജനത BJP വരാൻ ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ NDA സർക്കാർ തുടരാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ബഡ്ജറ്റ്, അതായത് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഈ ഫണ്ട് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് ബീഹാറിനാണ്. ഏറ്റവും ഒടുവിൽ ഈ താമര വിത്തുകൾ സംസ്കരിച്ച് കയറ്റി അയക്കുന്ന ഒരു വലിയ പ്രൊജക്ട്, അതായത് ബീഹാറിന്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. അതിന് 2300 കോടി രൂപ നൽകി. ഇപ്പൊ ഒരു പുതിയ പെൻഷൻ സ്കീം രാജ്യവ്യാപകമായി നടപ്പാക്കും.
അതും ബീഹാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കാരണം അസംഘടിത മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് UP കഴിഞ്ഞാൽ പിന്നെ ബീഹാറാണ്. അത് ബീഹാറിനെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വികസനം ഈ NDA ഭരണകാലത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്. റോഡായാലും വൈദ്യുതി ആയാലും ഒക്കെ അതിന് BJP വലിയ ശ്രദ്ധ പതിപ്പിച്ചു. അപ്പൊ ജനങ്ങൾക്ക് വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെ BJP വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ നിതീഷ് കുമാറിനെ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബഹുഭൂരിപക്ഷം ജനവും കരുതുന്നു. കാരണം ആ പഴയ പവർ ഒന്നും പുള്ളിക്കില്ല എന്നുള്ളതാണ് അവരെ. കാരണം ചില സമയത്തൊക്കെ നിതീഷ് കുമാറിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒട്ടും പക്വതയുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യം ഒരിക്കലും നമ്മൾ നിതീഷ് കുമാറിൽ നിന്ന് അങ്ങനെ ഒരെണ്ണം പ്രതീക്ഷിച്ചിട്ട് പോലും. കാരണം നരേന്ദ്രമോദി ശത്രുവായി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. മോദി വന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം NDA മുന്നണി തന്നെ വിട്ടത്. അപ്പം അങ്ങനെ കാല് തൊട്ട് വന്നിരിക്കുന്നു, ചില ഓർമ്മക്കുറവുകൾ പോലെ കാണിക്കുന്നു, ഒരുപക്ഷെ ശാരീരിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. ഏതായാലും അതൊക്കെ കൊണ്ടാകാം അവിടുത്തെ ജനം അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു മുഖം. പ്രാവശ്യം ഒഡീഷയിൽ എന്താണ് സംഭവിച്ചത്? ഒഡീഷയിലെ BJPയുടെ വിജയത്തിന്റെ ഒരു കാരണം അവിടുത്തെ നവീൻ പട്നായിക്കിന്റെ അനാരോഗ്യം തന്നെയാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാനോ നടക്കാനോ ഒന്നും വയ്യാത്തൊരു സാഹചര്യം ഇപ്പൊ ഇനി ഇദ്ദേഹത്തെ കൊണ്ടൊന്നും നടക്കില്ല എന്നൊരു തോന്നലും കൂടെ വന്നതുകൊണ്ടാണ്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ബീഹാറിലും. പക്ഷെ ബീഹാറിൽ ഇത്തവണ ജനം BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, NDAക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ള. കാരണം അവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതായത് പശ്ചിമ ബംഗാളിനേക്കാൾ കൂടുതൽ ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പൊ ആ ബീഹാറിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി തന്നെ BJP വരും. അപ്പൊ BJP ഇനി ചെയ്യാൻ പോകുന്നത്, അവിടെ BJPക്ക് അധികാരം കിട്ടിയാൽ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതുകൊണ്ട് BJP കൊടുക്കുന്ന ഒരു സന്ദേശം എന്താന്ന് വെച്ചാൽ, തങ്ങളുടെ കൂടെ വരുന്ന ഘടകകക്ഷികളെ തങ്ങൾ മാന്യമായി ട്രീറ്റ് ചെയ്യും. ആര് വന്നാലും. ബോംബെയിൽ അവരതാ കാണിച്ചത്. മഹാരാഷ്ട്രയില് ഷിൻഡെ വന്നു, ഷിൻഡെ മുഖ്യമന്ത്രി, കണ്ടില്ലേ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ വഴിയാധാരമാക്കി. അതോ ഞങ്ങൾ അവരുടെ സഹായം മേടിച്ചിട്ട് ഞങ്ങളാണോ ഭരിച്ചത്? അല്ല, അതെ അവര് ഭരിക്കുന്നു. ഇവിടെ അതേ നിതീഷ് കുമാർ ഞങ്ങളുടെ കൂടെ നിൽക്കും, ജൂനിയർ ആണ്, അദ്ദേഹത്തിന് സീറ്റൊന്നും ഇല്ല, 10-20 സീറ്റേ ഉള്ളൂ, പക്ഷെ എങ്കിലും അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ഇതാണ് ഞങ്ങളുടെ മാന്യത. ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് സഖ്യകക്ഷികൾക്ക്. അതായത് നാളെ BJPയിലേക്ക് ഏതെങ്കിലും സഖ്യകക്ഷികൾ വരാനിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അഖിലേഷ് യാദവ് ആകാം, ഇല്ലെങ്കിൽ ആരെങ്കിലും, ഉദാഹരണം പറഞ്ഞ് വരില്ല, അവരൊന്നും വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്ക് തോന്നും കൊള്ളാം BJPയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കസേര കിട്ടും, അവർ അടുത്തിരിക്കാൻ, മീൻസ് മാന്യമായി അവരെ നമ്മൾ ഇത് ചെയ്യും, അല്ലാതെ കോൺഗ്രസിലൂടെ പോകുന്ന കണക്ക് ഞങ്ങളുടെ സീറ്റും കൈയിട്ട് വരും, ഞങ്ങളെ തല്ലി ഇറക്കത്തില്ല എന്നൊരു തോന്നൽ ഉളവാക്കാൻ അത് ഉപകരിക്കും. ഒന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിലവിൽ ഇനി നിതീഷ് കുമാറിനെ വലിച്ച് താഴെയിട്ട് BJP അധികാരത്തിൽ കയറുകയാണെങ്കിൽ അത് BJPക്ക് എക്കാലവും ഒരു ചീത്തപ്പേര് സമ്പാദിക്കും. അതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്താൽ ഈ ഭരണം തീരുന്നതിന് മുമ്പ് തന്നെ BJPയുടെ ഭരണം എത്തും. എനിക്ക് തോന്നുന്നത് ഇനി ഒരു ഭരണം വരികയാണെങ്കിൽ ബീഹാറിൽ നിതീഷ് കുമാർ 2.5 വർഷക്കാലമേ ഭരിക്കൂ, ബാക്കിയുള്ള വർഷക്കാലം BJP തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഒരു ഫോർമുലയിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. പകരം നിതീഷ് കുമാറിന് ചില ഓഫറുകൾ നൽകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ ഒരുപക്ഷെ രാംവിലാസ് പാസ്വാന്റെ മകനെ കൊണ്ടുവന്നത് പോലെ കൊണ്ടുവരാനോ മറ്റോ സാധ്യതകൾ ഏറെയുണ്ട്. കാരണം ഇപ്പൊ നിതീഷ് കുമാറിന്റെ കയ്യിലൊന്നും അല്ല അദ്ദേഹത്തിന്റെ MLA-മാരും MP-മാരും ഒക്കെ, അത് നിതീഷ് കുമാറിനും അറിയാം. അപ്പം ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ 2.5 വർഷം കൂടി നിതീഷ് കുമാർ ഭരിക്കും. പിന്നീട് BJP അവരുടെ സ്വപ്നം പൂവണിയിക്കുക തന്നെ ചെയ്യും, അവരവിടെ ഭരിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇപ്പോൾ എനിക്ക് ബീഹാറിന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ ബൈജു ചേട്ടാ, താങ്ക് യു.